നിങ്ങളിത് കേക്കണം. കല്യാണം കഴിഞ്ഞ് വന്ന് അന്ന് തുടങ്ങിയ വീഴ്ച. ഇങ്ങനെ ഓരോ ട്രെയിൻ പോകുമ്പോഴും വീണ് ഇനി ഓടിയാൻ ഒരൊറ്റല്ലേ ബാക്കിയില്ല എന്റെ മെത്തു. ആ കണ്ടാ പല്ല കൂസലുണ്ടോക്കെ പിണ്ടാ എനിക്കങ്ങോട്ട് പണിക്ക് വേണ്ടേ. മണി 7:30 എടി രാവിലെ 5:30 വീണ്ട ഞാൻ 7:30 വീണത്. അപ്പം ജയന്തി ജനത ഇന്നും താമസിച്ചു. അതാണോ നിങ്ങളുടെ പ്രശ്നം? ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കാൻ ഞാൻ അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇവിടുന്ന് താമസം മാറുന്നുണ്ടോ ഇല്ല? എന്റെ പൊന്ന് രമ്യ, അങ്ങനെ ചാടിക്കേറി വീട് മാറാൻ പറ്റുമോ? അതെന്താ? എടി പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ തറവാടാണ് ഇത്. പിന്നെ പാരമ്പര്യമായിട്ട് എന്ന് വെച്ചാൽ വരിക്കാശ്ശേരി മനയാണല്ലോ. എന്തായാലും ഇപ്പൊ നിനക്കൊരു പുച്ഛം. എങ്ങനെ പുച്ഛിക്കാണ്ടിരിക്കും? കല്യാണം കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വരുമ്പോ നിങ്ങൾ എന്തോന്ന് എന്നോട് പറഞ്ഞത്? നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണെന്ന് പറഞ്ഞോ? ഈ മകളിൽ കൂടെ പോണ എന്താ? അത് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലല്ലേ? എനിക്കിത് വേണം. ഇന്ത്യൻ റെയിൽവേ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതല്ലെന്ന്, എനിക്ക് ഈ അവസ്ഥ വേണമെന്ന്. എന്തോരം ചക്കന്മാർ എന്റെ പുറകെ വന്നതാ. അവസാനം നിങ്ങൾ എന്നെ വളച്ചെടുത്തോണ്ട് വന്നതല്ലേ? നിങ്ങൾ കേൾക്കണം. ഒരു ദിവസം ഞാൻ ബൈക്കിൽ പോവുക, ഇവളുടെ വീടിന്റെ അവിടെ ചെന്നപ്പോ തന്നെ റോഡ് ബ്ലോക്ക്. ഇവളാ മുറ്റത്തേക്ക് ഞാൻ ചോദിച്ചു ഒന്ന് വളച്ചോട്ടെ. തൊട്ടടുത്ത ഷോട്ട് എന്റെ ബൈക്കിന്റെ പുറകെ ഭാഗം തൂക്കി ഇരിക്കുക. അങ്ങനെ വന്നവളാ, ഞാൻ അവളെ വളച്ചു. എന്തോ അതെ, നിങ്ങളോ നശിച്ചു. നിങ്ങൾ കാരണം നമ്മുടെ മക്കളുടെ ഭാവിയെങ്കിലും നശിക്കാണ്ടിരിക്കുന്നത്. മക്കൾക്ക് എന്നാ പറ്റി? മക്കൾക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയൊന്നുമില്ല. ഇന്നലെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇളയ സന്താനല്ലേ, അവന് വന്ന് കോട്ടൺ തുണിയിൽ ഓരോ ശ്രദ്ധയില്ല. കോട്ടൺ തുണിയിലോ? അത് വിഷയം. മറ്റേ ഈ ചെടീനെയും പൂക്കളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ബോട്ടണി. എന്തോ ദൈവമേ, എടി വിവരക്കേട് പറയാതെ പോയൊരു ചായ എടുത്തോണ്ട് പാടി. ഞാൻ പഞ്ചാര വേണം ഏട്ടാ. ഈ വീട്ടിൽ പഞ്ചസാര ഉണ്ടോ? പഞ്ചാര കഴിഞ്ഞു. പിന്നെ ആ ഡയലോഗ് പറയേണ്ട കാര്യമുണ്ടോ? പോയെടുത്തിട്ട് വാ. അടുത്ത ട്രെയിൻ വരുന്നതിന് മുമ്പ് ഷേവ് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ ട്രെയിൻ വന്ന സമയത്താണെങ്കിൽ ഒറ്റ വടിക്ക് മത്തി വരാൻ പറഞ്ഞ പോലെയായിരിക്കും. ചൂടുണ്ടേ? ഏത്? അത് അമൃത എക്സ്പ്രസ് കൊണ്ടുപോയി. എന്റെ ദൈവമേ, ഈ വീട്ടിൽ നിന്ന് ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ആകപ്പാടൊരു ഗുണമുള്ളത് തേങ്ങ ചിരകല് ഭയങ്കര എളുപ്പ. അത് ഒരു ട്രെയിൻ പോണ സമയത്തെ ഈ തേങ്ങ എടുത്ത് ഞാൻ ചിരവേലൊക്കെ അങ്ങോട്ട് വെച്ചെടുക്കും. ഒരൊറ്റ ട്രെയിൻ ബസ്സിൽ 2 തേങ്ങ ചിരവി കിട്ടും. അടിക്കണ്ട, ഞാൻ പോയിട്ട് വരട്ടെ. നടക്കില്ല. രാവിലെ കണ്ണിൽ കാപ്പിയും പോയി. അയ്യോ, ഒന്ന് ഒരുങ്ങിയേക്കാം. നിങ്ങളിത് കണ്ട ഒരു പൊട്ട് പോയി വീട്ടിൽ തൊടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കട്ടെ, പോർന്നു. ആരാ മനസ്സിലായില്ല? അത് അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഈ സോങ് കേട്ടാ അറിയാൻ പറ്റില്ല മരപ്പണിക്കാരന്റെ എൻട്രി സോങ്. മരപ്പണിക്കാരനായിരുന്നല്ലേ? അതെ. ഈ വീടിന്റെ വടക്കോട്ടുള്ള ജനൽ ഏതാണ്? അതാണ് വടക്കോട്ടുള്ള ജനൽ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. വായി കിടക്കുന്ന ചൂയിങ്കോന്ന് തുപ്പി കളയാനാ. കുറച്ചേരം ചവച്ചാ പിന്നെ മധുരയില്ല. അതാണ്. നിങ്ങൾ വന്ന പണി എടുക്കാൻ നോക്കുന്നുണ്ട്. അല്ല, ഇത് എന്തിനാ എന്നെ വിളിച്ചു പറിച്ച് എന്നെ സംഭവം പറഞ്ഞില്ല? എന്റെ പൊന്ന് ചേട്ടാ, ട്രെയിൻ പോകുമ്പോ വീഴാന്ന് ശ്രദ്ധിക്കണം. വാതിലിന്റെ അവിടെ പോയി നിൽക്കരുത്, തെന്നി വീഴും. അയ്യോ, ഓടുന്ന ട്രെയിനിന്ന് വീഴുന്ന കാര്യമല്ല. പിന്നെ ഓടാത്ത ട്രെയിനിൽ നിന്ന് എങ്ങനെ വീഴും? അതല്ലെന്ന്. പിന്നെ ഇതേ ഞങ്ങളുടെ വീടിന്റെ ആ സൈഡിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത്. മേളിക്കടെ. അപ്പൊ ഞാനും ഭർത്താവ് ഈ കട്ടിൽ കിടക്കുമ്പോ ഇത് കുലുങ്ങി ഞങ്ങൾ രണ്ടുപേരും താഴെ വീഴാന്ന്. ഇതാര് വിശ്വസിക്കാനാണ്? ട്രെയിൻ പോകുമ്പോ കുലുങ്ങി താഴെ വീഴുന്ന് പറഞ്ഞാൽ ലോജിക്ക് പ്രശ്നമാണ് കേട്ടോ. ഇതൊക്കെ വിശ്വാസമല്ലേ? ഇല്ല. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പൊ ഒരു ട്രെയിൻ പോകാനുണ്ട്. ചേട്ടനാ കട്ടിൽ കയറി കിടന്നേ. ഈ കട്ടിൽ കയറി കിടക്കാൻ കൊണ്ട്. ഈ കട്ടിലെ തന്നെ കിടക്കണം. നിങ്ങൾക്ക് എന്നെ നിർബന്ധം എന്താണ്? അല്ല, അത് ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോ തേന വരച്ച് കഴിഞ്ഞെങ്കിൽ കാര്യം പറ. അല്ല, ഈ ഭാര്യയും ഭർത്താവല്ലേ, അപ്പൊ നാട്ടു നടപ്പൊക്കെ അനുസരിച്ച്. സഹോദരി, നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി ഈ കട്ടിലെ നടക്കില്ല. അതിനുള്ള വീതി ഇല്ല ഈ കട്ടിൽ. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇത് വീതി കൂട്ടി തരാൻ. നിങ്ങളൊരു കാര്യം, ഞാൻ കട്ടിലങ്ങോട്ട് കയറി കിടക്കാം. അപ്പൊ അറിയാലോ ഇത് വീതി കൂട്ടണോ വേണ്ടോ എന്നുള്ളത്. ശരി, കിടന്നു നോക്കാം. കിടക്കങ്ങോട്ട്. ഇവിടെ കിടന്നാ മതിയോ? നിങ്ങൾ ഇപ്പുറത്ത് കിടക്ക്. ഇപ്പൊ ട്രെയിൻ പോകും, അപ്പൊ അറിയാം നിങ്ങൾക്ക് അത് വീഴോ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ അല്ല, വിശ്വാസമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് വിശ്വസിച്ചിട്ട് താങ്കൾ പോയാൽ മതി. കിടക്കാങ്ങോട്ട്. ശരി, എന്നായിക്കോട്ടെ. നേരെ കിടക്ക്. മാറി കിടക്കാങ്ങോട്ട്. അതല്ല, ഞങ്ങൾ രണ്ടുപേര് കിടക്കുമ്പോഴേ താഴെ വീഴണത്. അപ്പൊ പിന്നെ ഞാൻ കിടക്കണ്ടേ? കിടക്കങ്ങോട്ട്. അത് ശരിയാണ്. നല്ല ഐഡിയ. അതിന്റെ അനുസരിച്ച് ചെയ്യാം. അതാണ്. ട്രെയിൻ മഞ്ഞില്ലല്ലോ. എന്റെ പൊന്നെ, ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ? ഇത് സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ താമസിച്ചാ വരാറ്. പിന്നെ എന്തായാലും താമസിക്കും, ഉറപ്പാ. ഇന്നും താമസിക്കൂലേ? ശരി, അപ്പൊ ഞാൻ എന്നും താമസിക്കണ ഇതിനു വേണ്ടിട്ടാണല്ലേ?
ഞാൻ പോയി കഴിഞ്ഞ ഇവിടെ ഇതാണല്ലേ പരിപാടി. ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇവിടെ രോദനമല്ല വേണ്ടത്, ആത്മധൈര്യം. ഹലോ ഹലോ, വല്ല കൂസലും ഉണ്ടോ? ഇങ്ങോട്ട് ഹലോ പറഞ്ഞേക്കുന്നു. ഇവിടെ എന്താ പരിപാടി? ട്രെയിൻ വരാൻ വേണ്ടി കിടക്കും. ട്രെയിൻ വരാൻ കിടക്കാൻ ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അല്ല. ആരാ നീ? നീ ആരാ? ഞാൻ ഗൃഹനാഥൻ. അല്ലാണ്ട് ഈ പുള്ളിക്കാരന്റെ ഭർത്താവൊന്നുമല്ലോ. ആ ഗൃഹനാഥന്റെ പര്യാദം പോലും അറിയാൻ പറ്റില്ല. അയ്യോ എനിക്ക് ഇതെന്റെ ചേട്ടനാ. ചേട്ടന്റെ വൈകിയേ കൊള്ളാടി കൊള്ളാം. അഴിഞ്ഞു വീണ കേശവാരം, പാതിമാഞ്ഞ പൊട്ട്. ഹലോ, ഡയലോഗ് തെറ്റിപ്പോയിട്ടോ. അത് അങ്ങനെയല്ല. അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നോക്കിലും കാണുന്ന ദൈവിക ഭാവം. അത് ജഗന്നാഥന്റെ ഡയലോഗ്. ഇത് പാവം സുകുമാരന്റെ ഡയലോഗ്. നീ പറയണത് ആരാ നീ? ഞാനാരെന്നോ? ആശാരി കള്ളത്തരം പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്താ കള്ളത്തരം പറഞ്ഞേ? എടാ, ഈ ലോകത്ത് ഒരാശരിക്കും രൂപമില്ല. ഓഡിയോ നോ വീഡിയോ. എന്താ ഈ പറയണത്? അതല്ല, അത് ഞാൻ വിളിച്ചിട്ട് വന്നതേട്ടാ. ലാലി, എന്റെ മുഖത്ത് നോക്കി തന്നെ നീ സമ്മതിച്ചല്ലോ ഞാൻ വിളിച്ചിട്ട് വന്നത്. മനസ്സിലായി? നീ മിണ്ടരുത്. ഇതെന്ന് തുടങ്ങിയത് നീ പരിപാടി? ഞാനിത് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങി. ഫീൽഡിലേക്ക് ഇറങ്ങി അത് കലക്കി. കൊള്ളാടാ. അല്ല, അതെന്നാ എന്ന അഭിമാനത്തോടെ പറയും ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. അല്ല, ഫീൽഡിലാണല്ലോ നമ്മളിപ്പോ വീടുകളിൽ പോയി ചെല്ലുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ഹോം ഡെലിവറി. നമുക്ക് പല രീതിയിലാണല്ലോ. അതായത് ചിലപ്പോ ചില ക്ലയന്റ് ഇങ്ങോട്ട് വരും. ക്ലയന്റ് ഡെലിവറി ഫീൽഡ് അപ്പൊ മൊത്തത്തിൽ അങ്ങ് എക്സിക്യൂട്ടീവ് വൽക്കരിക്കുക സംഭവം. നാണമില്ലടാ ഇത് വിളിച്ചു പറഞ്ഞത്. ഞാൻ എന്തിനാ നാണിക്കണത്? എന്റെ അച്ഛനല്ലേ എന്നെ തൊഴിൽ പഠിപ്പിച്ച. അച്ഛനെ എന്നെ കൈ പിടിച്ച് തൊഴിലോട്ട് കൊണ്ടുപോകും. സ്വന്തം മകൻ ഈ ഫീൽഡിലേക്ക് കൈ പിടിച്ചിറക്കിയത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ എന്തോ കിടന്ന് പറഞ്ഞു പ്രാന്തായി പോയത്? ഒന്നുമില്ല. ഇത് ഞാൻ എന്റെ കൈ നിൽക്കുന്ന വിഷയം. ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. എവിടെ ഫോൺ? പോലീസിനെ വിളിച്ചാ ഉടക്കും. പോലീസിനോട് ഉടക്കാൻ മാത്രം നിനക്ക് ധൈര്യമില്ല. അതല്ലേ പറഞ്ഞത്. പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ വരും. അപ്പൊ നാക്കുടക്കും. പോലീസിനെ വിളിക്കണ്ട. നാക്കുടക്കണ്ട. നിനക്കുള്ള പണി ഞാൻ തന്നെ തരാം. എന്താണ്? നിങ്ങൾക്ക് തലക്കൊല്ലം ഓളമുണ്ടോ? നിങ്ങൾ എന്തിനാ മരപ്പണിക്കാരനെ തല്ലുന്നത്? മരപ്പണിക്കാരൻ ഈ കട്ടിലിന് വീതി കൂട്ടാൻ വിളിച്ചു വരുത്തിയതല്ലേ? അയ്യോ, അറിയാതെ ചവിട്ടി കൂട്ടിയും ഞാൻ പറയുന്നില്ല ഞാനോട്. മരപ്പണിക്കാരൻ. ഹലോ, പരിചയപ്പെട്ടതിന് സന്തോഷം. ഞാൻ മരപ്പണിക്കാരൻ സുകുമാരൻ. അതെ, ഇത്രയും നേരം നടന്നൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. ഞാനിവിടെ ഒരു പരിപാടിക്ക് നിൽക്കില്ല. ഞാൻ എന്റെ വഴിക്ക് പോവാണ്. ക്ഷമിക്കൂല. തിരക്കുള്ളൊരു പണിക്കാരൻ ഞാൻ. അറിയോ പൊന്നു സുഹൃത്തെ, പറയുന്നത് നിങ്ങൾ ഇവളുടെ കൂടെ കട്ടിലേക്ക് കിടന്നുകൊണ്ടല്ലേ പ്രശ്നം മുഴുവൻ ഉണ്ടായത്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാന്ന്. നിങ്ങൾ രണ്ടുപേരുടെ കട്ടിലെ കിടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുലുക്കി ട്രെയിൻ പോകുമ്പോ താഴെ വീഴുന്ന് പറഞ്ഞില്ലേ? അത് കാണിച്ചു തരാൻ വേണ്ടി പുള്ളിക്കാരി എന്നെ കടത്തിയതാണ്. സംഭവിച്ചു പോട്ടെ. എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തരാം. ഞാൻ ചെയ്തു തരികയില്ല. പൈസ എനിക്കൊരു പ്രശ്നമില്ല, എത്ര വേണേലും തരാം. ഓക്കെ. പിന്നെ 100 രൂപ കൂടി ചോദിക്കില്ലേ? 100 രൂപയ്ക്കാണ് ഞാനിത് പണിയാൻ വേണ്ടി. പൊന്നു ചേട്ടാ, പൈസ ഞാൻ തരാം. നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ കട്ടിലൊന്ന് വീതി കൂട്ട്. എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇത് ട്രെയിൻ പോകുമ്പോ കട്ടിലെ നിങ്ങൾ കുലുങ്ങി വീഴുന്നതല്ല. വാസ്തു പുരുഷന്റെ കിടപ്പ് ശരിയല്ല. അതാണ്. അവന്മാരെ കിടപ്പ് മണ്ടേ ശരിയല്ല. വാസ്തുവും പുരുഷനും അടിച്ചാ ഓടലകളൊക്കെ ഉള്ളതും തുണിയില്ലാതെ. നിങ്ങളുടെ കൂട്ടുകാരൻ വാസ്തു പുരുഷന്റെ കാര്യമല്ല പറഞ്ഞത്. ചേട്ടോ, ഈ വാസ്തു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും കാണാൻ പറ്റില്ല അയാളെ. പിന്നെ കാണാൻ പറ്റാത്തത് പുരുഷനാണെന്ന് നീ എങ്ങനെ അറിഞ്ഞതാ? അത് വാസ്തു സ്ത്രീയാണെങ്കിലും അത് ശരിയാട്ടാ. രണ്ടും കണക്കാണല്ലേ സംഭവം ഒന്ന് പറ. വാസ്തു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വീട്ടിലുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്, അയലോക്കത്തെ വീട്ടിലൊക്കെ ഉണ്ട് ഈ സംഭവം. എന്റെ വീട്ടിൽ മാത്രമല്ല, അയലക്കത്തുണ്ടോ? എന്നാ പ്രശ്നമില്ല. അതാണ് മലയാളിയുടെ തനി കൊണ ഇപ്പോഴാണ് ആയത്. അല്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ട ഒന്ന് പറയോ? ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വാസ്തു പുരുഷനെ തൃപ്തിപ്പെടുത്തണം. എന്നാ കൊടുത്താ പുള്ളി തൃപ്തിപ്പെടും. ഒരു ബീറും ബിരിയാണിയും മേടിച്ചു കൊടുക്കും. ഓക്കെ, 450 രൂപയുടെ കേസല്ലേ ഉള്ളൂ, ചെയ്തേക്കാം. എന്നതാ ഇത് ഈ പറയണത്? ഈ വീട്ടില് കന്നിക്കോണ അഗ്നികോണ ഏതാണ്? കന്നിക്കോൺ അഗ്നികോൺ ആ മൂലയില്. ആ കന്നിക്കോണിന്റെ അഗ്നികോണിന്റെ നടുവിൽ കാണുന്ന എന്താണ്? അത് പോപ്കോൺ. പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചു. അതല്ലെന്ന്. ഈ കന്നിക്കോണിന്റെ അഗ്നികോണിന്റെ അതിൽ നോക്കുമ്പോ കാണുന്ന നെല്ലിമരം കണ്ടോ? ആ നെല്ലിമരം നിങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന അത്രയും കാലം നിങ്ങൾ വെട്ടാൻ പാടില്ല. വെട്ടിയ പ്രശ്നമാണോ? വെട്ടിയ പ്രശ്നമൊന്നുമില്ല. വെട്ടാണ്ടിരിക്കുവാണെങ്കിൽ അതിനകത്ത് നെല്ലിക്ക പറിച്ച് തിന്നാം. നെല്ലിക്ക തിന്നിട്ട് വെള്ളം കുടിക്കുമ്പോ പ്രത്യേക ഒരു മധുര. ഇന്ന് മണ്ടത്തരം വളമ്പാണ്ട് ആ കട്ടിലൊന്ന് ശരിയാക്കിത്താ. കട്ടിൽ ശരിയാക്കണമെങ്കിൽ ഒരു കാര്യം, ഞാനൊരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞോട്ടെ. തടി കുറച്ചുകൂടെ വേണം. ഇനിയോ? അല്ലെങ്കിൽ
തന്നെ തടി വെച്ചിട്ടുള്ള ബ്ലൗസ് ഒന്നും പാകാവുന്ന ഇനി എനിക്ക് തടി വെക്കാൻ വയ്യ. ഇതെന്നാ ഈ പറയണത്? പറഞ്ഞ കറക്റ്റ് അവള് ഈയിടെ തടി കൂടി വരുവാ. എടോ അതല്ല പറഞ്ഞത്, കട്ടിലിന് വീതി കൂട്ടണ കുറച്ചുകൂടെ തടി കഷ്ണം പലക വേണം. അതായിരുന്നു അത് ഞാനിവിടെ കട്ടിന്റെ അടിയിൽ എപ്പോഴും ഒളിപ്പിച്ചു വെച്ചു. എടുക്ക സംഭവം എടുക്ക്, പെട്ടെന്ന് എടുക്ക്. ആണ്ടെ. നമ്മളിതിങ്ങനെ ആരെടി അല്ലേ? ഇത് വിളിക്കുന്ന? തടി എടുത്തോ. അല്ല ഇനി വേറെ മരം വേണ്ടേ ഇപ്പൊ? വേറെ എടുത്തോ. ഹലോ സന്തോഷം. ഓ റെഡി. ഞാൻ നേരത്തെ കണ്ടോളാം. ഓക്കെ ശരി ഓക്കെ താങ്ക് യു. വെച്ചോ ഓക്കെ. തടി വെട്ടാൻ പറ്റേ? വെട്ടാൻ പറ്റാനാ? വെട്ടങ്ങോട്ട് വെട്ടണ്ട. ഇങ്ങനെ കാട്ടാൻ വേണ്ടി ഇത് വൈപ്പറല്ല വാക്കത്തെയാണ്. എന്റെ കൈയുടെ കുഴ വേലെടുക്കും. മരം വീതി കൂട്ടാൻ പറ. വെട്ടണ്ട. ഇവിടെ കട്ടിൽ പണിയേണ്ട കാര്യമില്ല. വേണം കട്ടില് പണിയണം വീതി കൂട്ടാൻ. നിങ്ങൾ ആദ്യം തീരുമാനിക്കും ഇത് ഉണ്ടാക്കണോ തീരുമാനിക്കും. ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. എടി വെട്ടേണ്ട കാര്യമില്ല. കട്ടിൽ പണി എന്റെ പൊന്നേട്ട വീട് നാടുകൊഴുന്ന എന്റെ നിങ്ങൾ മര്യാദക്ക് ഇതിന് വീതി കൂട്ടാൻ നോക്കിയേ. ഒന്നക്കിൽ ഈ കട്ടില് വീതി കൂട്ട് അല്ലെങ്കിൽ ഇവിടെ താമസം മാറ്. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് താമസം മാറുന്നു. അതിനുള്ള കോളായി ഫോണിലേക്ക് വന്നു. ആണോ? എന്റെ ദൈവമേ നീ എന്റെ പ്രാർത്ഥന കേട്ട്. എവിടെ കേട്ടാ പോണേ? നമ്മൾ പാലക്കാട്ടേക്ക് പോകുന്നു. പാലക്കാട്ടേക്കാണ് താമസം പറഞ്ഞത്. എന്റെ ചേച്ചിയുടെ ഭാഗ്യാണ്. പാലക്കാട് അടിപൊളി സ്ഥലല്ലേ? നല്ല ഗ്രാമാന്തരീക്ഷം, നെൽപ്പാടം, പച്ചക്കറിക്കൊക്കെ വിലക്കുറവല്ലേ ചേട്ടാ? ഈ പാലക്കാട് എവിടെയാണ്? ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് പറ്റേ. അപ്പൊ മറചട്ടീന്ന് എഴുതിയിലേക്ക്. ചേച്ചി പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. ഈ കട്ടില്